ഡിബഞ്ചർ തുടരുന്നു. ഡിബഞ്ചറിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആരൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്താണ്, ഇതെന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് വിൽക്കുന്നത്. ഈ പോയിന്റ് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എപ്പോഴും നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയുണ്ടോ അതിന്റെ 10% കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് അൺലിമിറ്റഡ് കമ്പനീസ്, അതർ ദാൻ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹൗസിംഗ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്കിങ് കമ്പനി, ഇതൊഴിച്ചുള്ള അൺലിസ്റ്റഡ് കമ്പനികളെല്ലാം തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവും ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റും ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഏതൊക്കെ കമ്പനികളാണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ കമ്പനികളാണ് ഡിബഞ്ചർ റിഡംഷൻ ഓൾ ലിസ്റ്റഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ലിസ്റ്റഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഓൾ ലിസ്റ്റഡ് ഹൗസിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ്, all other listed companies. Listed companies should always keep debenture redemption investment account at the rate of 15% of the outstanding balance of debentures. ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ്ങിന് ഈക്വലന്റ് ആയിട്ട് അതിന്റെ 15% ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇല്ല എങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. റിമെമ്പർ ദീസ് 2 points. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട കമ്പനികളാണെങ്കിൽ ആ കമ്പനിയുടെ 15% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇല്ലാതെ വെറുതെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വേണമോ വേണ്ടയോ എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഏത് കമ്പനിക്കാണ് ഇത് വേണ്ടതെന്ന് മനസ്സിലാക്കുക. ആ കമ്പനിക്ക് അത് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എൻട്രി എങ്ങനെ വരും? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. അതുപോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് വേണ്ടത് അൺലിസ്റ്റഡ് കമ്പനിക്കാ. അൺലിസ്റ്റഡ് കമ്പനി അതർ ദാൻ ദിസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, ഹൗസിംഗ് ഫിനാൻഷ്യൽ കമ്പനി, അതുപോലെ തന്നെ മറ്റ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്കിങ് കമ്പനി, ഇവർക്ക് 4 പേർക്കും ഇത് വേണ്ട. അതല്ലാത്ത അൺലിസ്റ്റഡ് കമ്പനികൾക്ക് വേണം. അത് വരുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള ഓരോ ക്വസ്റ്റ്യനും ഡിഫറെന്റ് ആണ്, പക്ഷെ അതിനെയെല്ലാം ഒരേപോലെ ആക്കി ചെയ്യിപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടം. നോക്കുക, സെൻകോം ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനി. റിമെമ്പർ, ദിസ് ഈസ് എ ലിസ്റ്റഡ് കമ്പനി. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് റിക്വയർഡ്? നോ. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ്? യെസ്. ഹൗ മച്ച്? 15% of outstanding balance of debentures. If there is no investment, you should create investment account. Am I right? അല്ലെങ്കിൽ you should make investment in where? ബാങ്കിലാകാം, എൻകംബേർഡ് സെക്യൂരിറ്റീസിലാകാം, ഫ്രീ ഓഫ് സെക്യൂരിറ്റീസിലാകാം, യാതൊരു ബാധ്യതയും ഇല്ലാത്ത സെക്യൂരിറ്റികളിലാകാം. Am I right? So, നോക്കൂ, സെൻകോം ലിമിറ്റഡ്, a listed company, issued 1,50,000 5% debentures on 30th September 2010, on which interest payable is half yearly on 31st March and 30th September. Write the first working note. Workings form part of your answer. So all of you please write the working notes. നിങ്ങൾ ആൻസർ ചെയ്യുന്നതിൽ വർക്കിംഗ് നോട്ട്സ് ഉണ്ടാകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാത്തിനും വർക്കിംഗ് നോട്ട് കൊടുക്കണം. സോ പ്ലീസ് റൈറ്റ് ദ നോട്ട്. നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫസ്റ്റ് 1,50,000. 1,50,000. Interest payable 31st March and 30th September. Interest payable 30th March and 30th September. Okay. നോക്കാം. Sencom Limited listed company issues 1,50,000 5% debentures on 30th September 2010, on which interest is payable half yearly on March and 30th September. The company has power to purchase debentures in the open market for cancellation thereof. കമ്പനിക്ക് ഓൺ ഡിബഞ്ചേഴ്സ് ഓൺ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ട്. Following purchases were made during the year ended 31st December 2012.
and the cancellation were made on the same date. On 31st December 2010, the investments made for the purpose of redemption were 22,500. Here the investment is given. What is the nominal value? 1,50,000. 1,50,000 into 15% എത്ര വരും? 15%. 15%. 22,500 അവിടെ ഓൾറെഡി ഉണ്ട്. സോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് 1,50,000 into 15%. That is equal to 22,500. Bracket, it is given in company has already existing this investment. So there is no need to invest it again. മനസ്സിലായോ? കമ്പനിക്ക് ഓൾറെഡി ഉണ്ടെന്നുണ്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. So no requirement of debenture redemption investment in this question. Why? Because there is already existing. അപ്പോൾ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് given എഴുതാം. Okay. Very 1st March 2012 നിങ്ങളോട് you are required to draw up the following accounts up to the date of cancellation എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കണക്ക് തുടങ്ങേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരും. കാരണം 2010 ഇത് വാങ്ങിയത്. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്നാ ക്ലോസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടോ? ഫോളോയിങ് പർച്ചേസസ് വെയർ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എൻഡ് 31st December. ഇപ്പൊ ഇയർ എൻഡ് ചെയ്യുന്നത് 31st Decemberലാണ്. സോ നമ്മൾ തുടങ്ങേണ്ടത് 1st January 2012 1st January 2012. So right, please. Here the accounts are closed on 31st December. Here the accounts are closed on confusion ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുക. Here the accounts are closed on 31st December 2012. Therefore, debenture outstanding on 1st January 2012. Debenture outstanding on 1st January 2012 is equal to 1,50,000. നിങ്ങൾ 2010 സെപ്റ്റംബറിലാണ് 2010 സെപ്റ്റംബറിലാണ് ഇഷ്യൂ ചെയ്തത്. പക്ഷെ നമ്മൾ 10 കഴിഞ്ഞു, 11 കഴിഞ്ഞ് 12 നിൽക്കുന്നത്, 2012 നിൽക്കുന്നത്. നമ്മൾ റൈറ്റ് 2012 2022 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. 2012 നിൽക്കുന്നത്. റിമെമ്പർ ദാറ്റ്. അന്നത്തെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? 1,50,000 തന്നെ. നോമിനൽ ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിംഗ് എപ്പോഴും 1,50,000 തന്നെയായിരിക്കും. അത് എപ്പോഴേ കുറയുള്ളൂ? ഓൺലി അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. റിഡംഷൻ ഏതൊക്കെ മെത്തേഡ് ഉണ്ട്? ലംസം മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്ത് ക്യാൻസൽ ചെയ്യാം, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി പർച്ചേസ് ചെയ്യാം. ഇവിടെ ഏത് മെത്തേഡൊക്കെയാ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, നോക്കണം. സോ ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st January, debenture outstanding on 1st January 2012 is equal to 1,50,000. എഴുതിയോ? Please write the note. Debenture outstanding on 1st January 2012 1,50,000. Debenture redemption reserve fund investment as on 1st January 2012 is equal to 22,500 bracket will given 22,500 bracket will given. Okay, ഇനി എന്താ സംഭവിച്ചിരിക്കുന്നത്? You are required to draw up the following account up to the date of cancellation. 1 debenture account and 2 on debenture account. On debenture account ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രം ഓൺ ഡിബഞ്ചറുകളെ വാങ്ങിച്ചത് നോക്കണം. 25,000 on 1st March 2012. 25,000 nominal value purchased for 24,725 ex interest. ഒരു കാര്യം കൂടെ നോട്ടായിട്ട് എഴുതിയിട്ട് തുടങ്ങാൻ ഞാൻ. No debenture redemption reserve is required in this question. Why? Because it is a limited company. No debenture redemption reserve is required. Why? Because it is a limited company. Debenture redemption reserve investment is required. That is already given. 22,500 is already given. Okay. ഇനി ഞാൻ എഴുതുവാണ് journal entries. Journal entries എഴുതാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി journal entries എഴുതുകയാണ്. എന്നാ വാങ്ങിച്ചത്? 1st March. അപ്പോൾ on 1st March 2012
എൻട്രി ഓൺ ഡിബഞ്ചർ ഡെറ്റർ എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിലും കം ഇൻട്രസ്റ്റ് ആണെങ്കിലും എൻട്രി സെയിം ആണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ സോ ഓൺ ഡിബഞ്ചർ ഡെറ്റർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? നോമിനൽ വാല്യൂ എത്രയാ? 25,000. am I right? rupees 25,000. അപ്പൊ എത്ര ഡിബഞ്ചറാ വരുക? 25,000 ആകുമ്പോൾ 250 ഡിബഞ്ചറാ വരുക. 24,725 എക്സ് ഇൻട്രസ്റ്റിനാ വാങ്ങിയത്. എനിവേ എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിലും കം ഇൻട്രസ്റ്റ് ആണെങ്കിലും ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. 31st മാർച്ചും 30th സെപ്റ്റംബറും. അപ്പൊ ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ് എന്നാ സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ ആണ്. കാരണം എന്താ? നമ്മൾ 1st മാർച്ചിലാണ് പോയി പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 5 മാസക്കാലത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ? 25,000 ഇൻറ്റു റേറ്റ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 5% ഡിബഞ്ചേഴ്സ് ആണ്. 5% 5/100 ഇൻറ്റു 5/12 എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 25,000 ഇൻറ്റു 5% ഇൻറ്റു 5 divided by 12 how much? 520.83 കറക്റ്റ് ചെയ്യുമ്പോൾ എത്ര വന്നു? 521 എന്ന് ഞാൻ അങ്ങ് എടുത്തു. 521. എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കുറയ്ക്കണോ? വേണ്ട, നമ്മൾ ഇൻട്രസ്റ്റും കൂടെ കൊടുത്താൽ പോരെ. വാട്ട് ഈസ് എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ്? In addition to the price quoted, we have to pay the interest amount also. What is the amount of price quoted? 24,725. 24,725. To bank എഴുതുമ്പോൾ നമ്മൾ എത്ര എഴുതണം? 24,725 plus 521 എത്ര വരും? 24,725 plus 521 is equal to 25,246. 25,246. ഇതാണ് ഫസ്റ്റ് എൻട്രി ഓൺ 1st March 2012. Am I right? On the same day this amount is cancelled. പറഞ്ഞിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയുന്നുണ്ട് following purchases were made during the year ended December 2012 and the cancellation were made on the same day. വാങ്ങിച്ച അന്ന് തന്നെ ഇമ്മീഡിയറ്റ് ക്യാൻസൽ ചെയ്യുക. സോ നമുക്ക് ഇതിന്റെ ക്യാൻസലേഷൻ എൻട്രിയും കൂടെ സെയിം ഡേറ്റിൽ തന്നെ എഴുതണം. എന്തായിരിക്കും എൻട്രി വരിക? ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിൽ നോമിനൽ വാല്യൂ എത്ര? 25,000 ടു ഓൺ ഡിബഞ്ചർ എത്ര എഴുതണം? 24,725. ഓൺ ഡിബഞ്ചറിൽ എത്രയാണോ കിടക്കുന്നത് അത് എഴുതണം. ബാക്കി എങ്ങോട്ട് മാറ്റണം? ടു പി ആൻഡ് അക്കൗണ്ട്. 25,000 രൂപയുടെ ഡിബഞ്ചർ ആണ്. 24,725 രൂപ നമ്മൾ കൊടുത്ത് വാങ്ങിയപ്പോൾ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റോ ലോസോ വരും? 275 വരും. 275 പി ആൻഡ് അക്കൗണ്ട്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? 25,000 minus 24,725. മനസ്സിലായോ ഇല്ലയോ? So this is on 1st March 2012. Okay, വളരെ സിമ്പിൾ ആണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാകാതെ കിടക്കും. അതുകൊണ്ടാണ് ഈ എൻട്രി എഴുതിയോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലെ അടുത്തതിലേക്ക് പോകാം. എന്താ അടുത്തത് നടക്കുന്നത് എന്താന്ന് നോക്കാം. അടുത്തത് നോക്കാം. 1st September 2012. 20,000 nominal value purchased, 2125 come interest. So right, 1st September. എന്താ എൻട്രി? ഓൺ ഡിബഞ്ചർ ഡെറ്റർ. കം ഇൻട്രസ്റ്റ് ആണെങ്കിലും എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിലും എൻട്രി സെയിം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇതിന് നോമിനൽ വാല്യൂ here it is 20,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5/100. എത്ര മാസത്തേക്കാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ് 31st മാർച്ച് ആണ്. 31st മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ജൂലൈ, ആഗസ്റ്റ് എത്ര മാസം? 1st സെപ്റ്റംബറില 5/12 into 5/12 എത്ര വരുമെന്ന് നോക്കണം. 5/12. ഓക്കെ, എത്ര വരുമെന്ന് നോക്കുക.
എത്രയാ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 20,000 into 5% into 5 divided by 12, that comes to 417. റൗണ്ട് ചെയ്ത് എഴുതുക 417. ഏത് പ്രൈസാ? കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറഞ്ഞ വില അങ്ങോട്ട് കൊടുക്കുക. ഈ ഓൺ ഡിബഞ്ചറിൽ എഴുതുമ്പോൾ കം ഇൻട്രസ്റ്റ് ടു ബാങ്ക് എത്ര എഴുതേണ്ടത്? പറഞ്ഞ വില എത്രയാ? 2125. am I right? 2125. ഇതിൽ നിന്ന് 417 രൂപ കുറയ്ക്കണം. 2125 മൈനസ് ഇൻട്രസ്റ്റ് എത്രയാ? 417. 417 is to be deducted. Balance is 19708. So 19708 is the cost of the on debentures purchase. This is the price you paid. That includes interest. So interest is to be deducted to get the on cost, on debentures cost. Am I right? On the same day the debentures redeemed. അല്ലെങ്കിൽ debentures cancelled. Debenture account debtor nominal value 20,000. Am I right? To on debentures, the cost is 19708. ബാക്കി എങ്ങോട്ട് മാറ്റും? To P&L account. Here also the profit on cancellation. How much? 292. 292. Am I right? Yes, correct. 292. ഈ എൻട്രി മനസ്സിലായോ? നമ്മളോട് രണ്ട് അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇവിടെ എത്ര രൂപയുടെ നോമിനൽ വാല്യൂ നമ്മളിപ്പോ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്? ഇത് 25,000, ഇത് 20,000, നേരത്തെ 25,000. only 45,000 നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് പൈസ 22,500 മുഴുവൻ നമുക്ക് റിയലൈസ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇവിടെ ഈ രണ്ട് അക്കൗണ്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അതും കൂടി ഒരു നോട്ടായിട്ട് എഴുതിക്കോ. ഇഫ് investment realized, then 22,500 divided by 1,50,000 into 45,000, that is 6,750 is to be realized. 6,750 is to be realized at par value. അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്തിനാ വെച്ചിരിക്കുന്നത്? റിഡംഷൻ ആവശ്യം വരുമ്പോൾ പൈസ എടുക്കാനാണ്. അപ്പൊ നിങ്ങളുടെ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്? 22,500 ഉണ്ട്. അത് എത്ര രൂപയ്ക്കാ? 1,50,000. അപ്പൊ നിങ്ങൾ എത്ര രൂപയുടെ ഡിബഞ്ചർ ആണ് റിഡീം ചെയ്തത്? 45,000 ആണ്. അപ്പൊ 45,000 എത്ര പെർസെന്റേജ് മതി? 15% മതി. അത് എത്ര വരും? 6750. അതാണ് ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്. 22,500 is for 1,50,000. So for 45,000 it comes to 6750. അല്ലെങ്കിൽ 45,000 into 15/100 എന്ന് എഴുതിയാൽ 6750 എന്ന് കിട്ടും. Am I right? ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് റിയലൈസീവ് ആണെങ്കിൽ. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ബാക്കി ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതിയാൽ മതി. ഇവിടെ രണ്ട് അക്കൗണ്ടേ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് ഡിബഞ്ചർ അക്കൗണ്ട്. നമുക്ക് ആ ഡിബഞ്ചർ അക്കൗണ്ട് എഴുതാം. ഡിബഞ്ചർ ഇൻട്രസ്റ്റും ചോദിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, 5% ഡിബഞ്ചർ അക്കൗണ്ട്. ഫസ്റ്റ് ജാനുവരി 2012. Am I right? 2012 by balance brought down 1,50,000. Am I right? 2 എന്നാൽ ഇത് ഫസ്റ്റ് മാർച്ച് to on debentures. How much? To on debentures 24,725. 24,725. ഞാനിപ്പോ എൻട്രി എഴുതിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എളുപ്പമുണ്ട്. To P&L account. How much? 275. മനസ്സിലായോ? അപ്പൊ 25,000 ക്യാൻസൽ ചെയ്തു. ഇനി എന്നാ എഴുതേണ്ടത്? ഫസ്റ്റ് സെപ്റ്റംബർ 2012. Am I right? To on debentures. എത്രയായിരുന്നു? 19,708. To P&L account. Profit on cancellation 292.
292 ബ്രാക്കറ്റിൽ പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ എഴുതിയാൽ നല്ലത്. ബാക്കി ബാലൻസ് ആയിട്ട് എഴുതണം. To balance carry down. No need of any debenture redemption reserve because it is a limited company. Am I right? Balance carry down എത്ര വരും? 1,05,000. എങ്ങനെയാ? 1,50,000 minus 45,000, that comes to 1,05,000. Okay, ഒരു അക്കൗണ്ട് എഴുതാൻ പറഞ്ഞത് വ്യക്തിയായിട്ട് എഴുതി, ഡിബെഞ്ചർ അക്കൗണ്ട്. ഇനി ഓൺ ഡിബെഞ്ചർ അക്കൗണ്ട്. ഓൺ ഡിബെഞ്ചർ അക്കൗണ്ട് എങ്ങനെ എഴുതുന്നതെന്ന് കാണിച്ചു തരാം. ഓൺ ഡിബെഞ്ചർ അക്കൗണ്ട്. പുസ്തകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എഴുതുന്ന രീതിയാണ് എഴുതിയിരിക്കുന്നത്. നോമിനൽ വാല്യൂ, ഇൻട്രസ്റ്റ്, കോസ്റ്റ്. അങ്ങനെ എഴുതുന്ന വേണമെങ്കിൽ നിങ്ങൾ ആ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് അങ്ങനെ എഴുതിക്കോ. അതല്ലെങ്കിൽ ഓൺ ഡിബെഞ്ചർ അക്കൗണ്ട് മനസ്സിലാക്കാൻ എളുപ്പം ഇതാണ്. ഓൺ ഡിബെഞ്ചർ അക്കൗണ്ട്. ഓൺ ഡിബെഞ്ചർ അക്കൗണ്ട് എന്താ നമ്മൾ വാങ്ങിച്ചത്? 1 മാർച്ചിലാണ് വാങ്ങിച്ചത്. ടു ബാങ്ക് എത്ര രൂപ എഴുതുക? ടു ബാങ്ക് എക്സ് ഇൻട്രസ്റ്റ് ആയിരുന്നു എഴുതിയത് 24,725. Am I right? നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ബൈ ഡിബെഞ്ചർ അക്കൗണ്ട് എത്ര എഴുതും? 24,725. ക്യാൻസൽ ചെയ്തു. എന്താ എൻട്രി എഴുതിയത്? ഡിബെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പിന്നെ ടു ഓൺ ഡിബെഞ്ചേഴ്സ്, ഓക്കെ, ടു P&L അക്കൗണ്ട് എന്നല്ല എഴുതിയത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ബൈ ഡിബെഞ്ചർ അക്കൗണ്ട് ഇവിടെ എത്ര എഴുതാം? 25,000 എഴുതാം. ബാക്കി എങ്ങോട്ട് മാറ്റാം? ടു P&L അക്കൗണ്ട്. എത്ര? ടു P&L അക്കൗണ്ട്. പുസ്തകത്തിൽ അങ്ങനെയല്ല അവർ ചെയ്തേക്കുന്ന. അവർ നോമിനൽ വാല്യൂ ക്ലോസ് ചെയ്ത് പോയിരിക്കുവാണ്. ഞാൻ ഇതിന്റെ യഥാർത്ഥ ഫോർമാറ്റിൽ പറഞ്ഞു തന്നതാണ്. ഡിബെഞ്ചർ ക്യാൻസൽ ചെയ്യുമ്പോൾ എൻട്രി ഡിബെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ to on debenture 25,000, then debenture account on debenture account debtor to P&L account. Profit on cancellation എത്രയാ വന്നത്? 275. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. 275, 25,000 എൻട്രി ബേസ്ഡ് ആണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എൻട്രി ഡിബെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 25,000 to on debentures 24,725 to P&L account. ഇങ്ങനെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ വേണമെന്ന് എഴുതേണ്ടതില്ല. ബൈ ഡിബെഞ്ചർ അക്കൗണ്ട് ഏത് തന്നെ എഴുതിയാൽ മതി. കോസ്റ്റ് പുസ്തകത്തിൽ കിടക്കുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. ബൈ ഡിബെഞ്ചർ അക്കൗണ്ട് ഏത് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാം. 24,725 ക്യാൻസൽ ആയി പോകും. അടുത്ത 1 സെപ്റ്റംബറിൽ ടു ബാങ്ക് എത്ര എഴുതണം? ടു ബാങ്ക് എത്ര എഴുതണം? ഓൺ ഡിബെഞ്ചറിൽ 19,708 by debenture account 19,708 ക്ലോസ് ചെയ്തു പോയി. ഇനി സ്റ്റഡി മെറ്റീരിയൽ എഴുതിയ പോലെ എഴുതുവാണെങ്കിൽ നോമിനൽ വാല്യൂ കോളം വെറുതെ എഴുതിയിരിക്കുക. വെറുതെ എഴുതി അത് ടോട്ടൽ എഴുതിട്ടാൽ മതി, നത്തിങ് മോർ. അപ്പോൾ അത് നോക്കരുത്. ഇൻട്രസ്റ്റ് നിങ്ങൾക്കറിയാം, എക്സ് ഇൻട്രസ്റ്റും കം ഇൻട്രസ്റ്റും കണ്ടുപിടിച്ചു. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എഴുതുന്ന പോലെ എഴുതി, കോസ്റ്റ് എഴുതി, ബൈ ഡിബെഞ്ചർ എന്ന് എഴുതി അത് ക്ലോസ് ചെയ്തു. കണ്ടോ? ഇൻട്രസ്റ്റ് കോളത്തിലെ ബാലൻസ് എങ്ങോട്ട് മാറ്റി? ബൈ P&L അക്കൗണ്ട് എന്ന് എഴുതി. പബ്ലിക്കിന് കൊടുക്കുന്ന ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഈ ഡേറ്റുകളിൽ ബാക്കി പബ്ലിക്കിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് സെപ്പറേറ്റ് എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതണം. ഇവിടെ ഞാനത് എഴുതിയില്ല. ഇനി നമുക്ക് ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എഴുതണം എന്ന് വിചാരിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, എത്രയാ? 1 ജാനുവരിയിലെ ബാലൻസ്. 1 ജാനുവരിയിലെ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എത്ര വന്നു? 22,500. റൈറ്റ്? ഇതെങ്ങനെയാ കിട്ടിയത്? 1,50,000 എത്ര പെർസെന്റേജ്? 15%. റൈറ്റ്? ദെൻ 1 മാർച്ചിൽ നിങ്ങൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. എത്ര? അപ്പൊ നമ്മൾ ബൈ ബാങ്ക് റിയലൈസ് ചെയ്യും. എത്ര? 25,000. റൈറ്റ്? 25,000 into 15/100. 25,000 into 15%. 25,000 into 15% എത്ര വരും? 3,750. റൈറ്റ്? ദെൻ വീണ്ടും 1 സെപ്റ്റംബർ ബൈ ബാങ്ക് എത്രയാ റിയലൈസ് ചെയ്തത്? 20,000 into 15%. 15/100 എത്ര വരും? 3,000. റൈറ്റ്? ഓക്കെ,
ബാക്കി ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതണം. ബാക്കി റിഡീം ചെയ്തിട്ടില്ല. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. നിങ്ങൾക്കറിയാം ഡിബഞ്ചർ അക്കൗണ്ട് ഇപ്പൊ നിങ്ങൾ എഴുതി, ബാക്കി 1,05,000 കിടപ്പുണ്ട്. ആ 1,05,000ന്റെ 1,05,000 into 15% should be kept in investment account itself. It will not realized now. എന്നാണോ whenever you are going to redeem the balance debenture, then only that investment will realize. എത്ര വരും? 1,05,000ന്റെ 15%, 15,750, 15,750. നോക്കുക, ടോട്ടൽ ചെയ്ത് നോക്കുക. 15,750 plus 3,000 plus 3,750, 22,500 വരുമോ നോക്കുക. 15,000 plus 3,750 plus 3,000, that comes to 15,750. അല്ലായിരുന്നോ? 15,750 plus 3,750 plus 3,000 plus 3,000, 22,500. 22,500. Okay, 22,500. That's all. മനസ്സിലായല്ലോ ഈ കണക്ക്? അടുത്ത കണക്കിലേക്ക് പോകാം. ഇനി ഇപ്പം ഇത്രയും അക്കൗണ്ടുകളാണ് ഇവിടെ. 2 കണക്ക് അക്കൗണ്ടേ ചോദിച്ചിരുന്നുള്ളൂ. ഞാൻ 2ന് പകരം 3 അക്കൗണ്ട് എഴുതിയെന്ന് മാത്രം. ഓൺ ഡിബഞ്ചർ വേണമെങ്കിൽ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഇതുപോലെ ഓൺ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എഴുതുന്ന പോലെ തന്നെ ചെയ്യാം. നോമിനൽ വാല്യൂ കോളം വെറുതെ എഴുതുക, നോമിനൽ വാല്യൂ മാത്രം എഴുതുക. ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് അറിയാം, എക്സ് ഇൻട്രസ്റ്റും കം ഇൻട്രസ്റ്റും നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതി പി ആൻഡ് അക്കൗണ്ടിൽ ക്ലോസ് ചെയ്ത് മാത്രം ചെയ്താൽ മതി. വെരി സിമ്പിൾ. നോക്കൂ, അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കൂ. അതല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എഴുതി ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കോ. ഓക്കെ, ഞാൻ കോസ്റ്റ് കോളം മാത്രം എഴുതി, അവർ ഇൻട്രസ്റ്റ് കോളം കൂടി എഴുതി. ദാറ്റ്സ് ഓൺലി. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ 4 എടുക്കുക. ഫോളോയിങ് ബാലൻസസ് അപ്പിയർഡ് ഇൻ ദ ബുക്സ് ഓഫ് പാരഡൈസ് ലിമിറ്റഡ്, unlisted company other than All India Financial Company, Banking Company, NBFC and HFC on 1/4/2011. That means this company has to create debenture redemption reserve at the rate of 10% on the outstanding balance of debenture, and debenture redemption reserve investment should be made at the rate of 15%. എപ്പോഴാ? ഓൺ ഫസ്റ്റ് എന്നാണോ ഫസ്റ്റ് ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റിൽ എഴുതണം. പക്ഷെ എപ്പോഴാ ഇതില്ല എങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റിന്റെ അകത്ത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും ഡിബഞ്ചർ റിഡംഷൻ റിസർവും ഇല്ല എങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നോക്കാം. 12% debentures outstanding as on that date. That means 1st April 2011, 7,50,000. ഓക്കെ, 7,50,000 എത്ര പെർസെന്റേജ് വേണം? 10%. That comes to 75,000 വേണം. ഇപ്പോൾ എത്രയേ ബാലൻസ് ഉള്ളൂ? DRR 25,000 ഉള്ളൂ. So please write the working note first. Debenture redemption reserve required is equal to, debenture redemption reserve required is equal to 7,50,000 into 10/100. 7,50,000 into 10/100, 75,000. Less existing DRR is equal to less existing DRR is equal to 25,000. ബാക്കി ബാലൻസ് എത്ര വരും? 50,000. അതിനെന്ത് എഴുതണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് റിക്വയർഡ് 50,000 more. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് റിക്വയർഡ് 50,000 more. എൻട്രി നമുക്ക് പിന്നെ എഴുതാം. ഇത് മനസ്സിലാക്കി വെക്കുക. 50,000 രൂപ നിങ്ങൾ ഈ വർഷം ക്രിയേറ്റ് ചെയ്യണം. എൻട്രി പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ദാറ്റ് ഇസ് ദ എൻട്രി. അത് എന്നാ എഴുതേണ്ടത്? 1st April തന്നെ എഴുതണം. 2011 തന്നെ എഴുതണം. Then DRR investment 1,12,500 represented by 10% ₹1125 secured bonds of the government of India, 100 each. Investment should be made in secured bonds of India, no doubt in it. Correct ആണത്. അത് പക്ഷെ എത്ര പെർസെന്റേജ് ആയിരിക്കണം? ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചറിന്റെ 15% ആയിരിക്കണം. സോ 7,50,000 15% എത്ര വരുമെന്ന് നോക്കുക. എത്ര വരും? 1,12,500. There is no need to invest it again. So right, debenture redemption reserve investment is equal to debenture redemption reserve investment required is equal to debenture redemption reserve investment required is equal to 7,50,000 into 15/100. That comes to 1,12,500.
ബ്രാക്കറ്റിൽ that is given. There is no need to invest it again. ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടിയിരുന്നെങ്കിൽ എൻട്രി എങ്ങനെ വന്നേനെ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡെപ്റ്റ് ടു ബാങ്ക് എന്ന് എഴുതേണ്ടി വന്നേനെ. മനസ്സിലായോ? ഇവിടെ 4% അല്ല 10% സെക്യൂർഡ് ബോണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 50,000 വേണം. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, അതിന്റെ 15% ഓൾറെഡി ഉണ്ട്. മനസ്സിലായോ പറഞ്ഞു തരുന്നത്? അൺലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ടാണ് DRRും DRRI ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും വേണമെന്ന് ഞാൻ പറഞ്ഞത്. രണ്ടുമുണ്ട്, പക്ഷെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആവശ്യത്തിനില്ല. 75,000-ൽ 25,000 ഉള്ളൂ. 50,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എവിടെ നിന്ന്? റവന്യൂ പ്രോഫിറ്റ് ആയ P&L അക്കൗണ്ടിൽ നിന്ന്. Am I right? Okay. Next, annual contribution to DRR was made on 31st March every year. On 31/3/2012, balance at bank was 7,50,000 before the receipt of interest. The investments were realized at par for redemption of debentures at a premium of 10% on the above date. Debentures are redeemed at a premium of 10%. So please write. ഇവിടെ നമ്മൾ മുഴുവൻ ഡിബഞ്ചറും റിഡീം ചെയ്യുന്നുണ്ട് ഈ കണക്കിൽ. ഇവിടെ ഓൺ ഡിബഞ്ചറോ ഡിബഞ്ചേഴ്സ് പർച്ചേസ്ഡ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ അല്ല ഈ ക്വസ്റ്റ്യൻ. ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ഇൻ ഫുൾ വാല്യൂ. സോ റൈറ്റ്, പ്ലീസ് റൈറ്റ് premium on redemption is equal to 7,50,000 into 10/100. 7,50,000 into 10/100, that comes to 75,000. Am I right? 75,000. ഇവിടെ ക്വസ്റ്റ്യനിൽ കണ്ടോ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് were realized at par. Underline that. Investments are realized at par എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 1,12,500 റിയലൈസ് ചെയ്തത് പാർ വാല്യൂവിൽ തന്നെയാണ്. ഡിബഞ്ചർ റിഡീം ചെയ്തതാണ് പ്രീമിയത്തിൽ. ഇൻവെസ്റ്റ്മെന്റ്സ് ആർ റിയലൈസ്ഡ് അറ്റ് പാർ വാല്യൂ ആൻഡ് ദാറ്റ് എമൗണ്ട് ഈസ് ഓൾസോ യൂട്ടിലൈസ്ഡ് ഫോർ റിഡീമിംഗ് ദ ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. That is the question. You are required to prepare the following accounts for the year ended 31st March 2012: debenture account, debenture redemption reserve account, debenture redemption reserve investment account, bank account and debenture holders account. It's a good question. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഞാൻ ഇത് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ എൻട്രികൾ ആ ഓർഡർ അനുസരിച്ച് എഴുതണമെന്ന് നോക്കണം. 1st April, that is the beginning day. 1/4/2011 എന്തൊക്കെ എൻട്രികൾ വേണം? 1 DRR required. എത്രയും കൂടെ വേണം? 50,000 more. ശരിയല്ലേ? എൻട്രി P&L account debtor to debenture redemption reserve. എത്ര? 50,000. എന്നാലേ എത്ര ആവുള്ളൂ? 75,000 ആവുകയുള്ളൂ. ഇതെന്നാ ഞാൻ ചെയ്തത്? 1st April 2011 Am I right? ഈ ഡേറ്റിൽ ഇനി എന്തെങ്കിലും പറയണമോ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് വേണമോ? വേണ്ട. ഞാൻ ബി ആയിട്ട് എൻട്രി എഴുതിയേക്കാം മനസ്സിലാക്കാൻ വേണ്ടി. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് നിൽ. എന്തുകൊണ്ടാ? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് 1,12,500 ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. There is no need to invest it again. Okay? Then 31st മാർച്ചിലേക്ക് വന്നാൽ മതി. ഇനി 31st മാർച്ചിൽ എന്ത് നടന്നു? നമ്മൾ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. 31st March 2012. Am I right? 31st March 2012 അല്ലേ റിഡീം ചെയ്തത്? അതെ. On 31/3/2012 the balance at bank was 7,50,000 before the receipt of interest. ഈ 31/3/2012 നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് ഏതൊക്കെ അക്കൗണ്ട്? ബാങ്ക് അക്കൗണ്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, പൊട്ടത്. അപ്പൊ 31/3/2012 ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതിന് മുമ്പ് ആ ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് പൈസയാക്കണം. എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് 1,12,500. 1,12,500. Investment realized at par value. Investment realized at par value. Am I right? Par value realize ചെയ്തു.
ഇത് എ. ഇനി ബി. ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 7,50,000. Premium on redemption debtor 75,000 to debenture holders account 8,25,000. Okay, then see debenture holders account debtor to bank, debenture holders account debtor to bank എത്ര 8,25,000. debenture holders account debtor to bank 8,25,000. am I right? ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത എൻട്രി ഈ ഡേറ്റിൽ തന്നെ 31st മാർച്ചിൽ ആഫ്റ്റർ റിഡംഷൻ there is no need to create debenture redemption reserve. അത് എങ്ങോട്ട് മാറ്റാം? ജനറൽ റിസർവിലേക്ക്. എൻട്രി ഡിബഞ്ചർ റിഡംഷൻ 31st മാർച്ചിൽ തന്നെയാണ് എൻട്രി. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ്. റിഡംഷൻ കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ റിഡീം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഒരു 5 ലക്ഷമേ റിഡീം ചെയ്യുന്നുള്ളൂ എങ്കിൽ 2,50,000 ബാലൻസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലും ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലും ബാലൻസ് കാണിക്കണമായിരുന്നു. ഇവിടെ അത് വേണ്ട. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് എത്ര 75,000. ടു ജനറൽ റിസർവിലേക്ക് എത്ര മാറ്റാം? 75,000. am I right? Then ഇത് കൂടാതെ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റിലെ 1,12,500 10% ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എൻട്രി bank account debtor to investment in to interest on debenture redemption reserve investment account 1,12,500 into 10 by 100 എത്ര വരും? 11,250 എന്തായിരിക്കും നറേഷൻ എഴുതേണ്ടത്? ബീയിങ് ഇൻട്രസ്റ്റ് റിസീവ്. നിങ്ങൾക്ക് തന്ന ബാങ്ക് ബാലൻസിൽ ഈ ഇൻട്രസ്റ്റ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ എൻട്രി എഴുതിപ്പിച്ചത്. അപ്പൊ അതും കൂടെ എഴുതിയാലേ നമുക്ക് ബാങ്ക് അക്കൗണ്ട് തീർത്ത് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഈ എൻട്രി എല്ലാം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് അക്കൗണ്ടിലേക്ക് വരണം. ഏതൊക്കെ അക്കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? ഡിബഞ്ചർ അക്കൗണ്ട്. വളരെ എളുപ്പം വരയ്ക്കാവുന്ന അക്കൗണ്ടുകളേ ഉള്ളൂ. സോ പ്ലീസ് നോട്ട് ഡിബഞ്ചർ അക്കൗണ്ട്. ശ്രദ്ധിച്ചോണം. ഡിബഞ്ചർ അക്കൗണ്ട് എങ്ങനെ തുടങ്ങും? ഡിബഞ്ചർ അക്കൗണ്ട് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഡേറ്റ് എഴുതിക്കോണം 1st April 2011. am I right? 1st April 2011. by balance brought down. how much? 7,50,000. the amount of matam to debenture holders account 31st March 2012 7,50,000. date is important. so 31st March amount close ചെയ്തു. ഇത് 2012 to debenture holders account. ഒരു അക്കൗണ്ട് ആയില്ലേ? ഇനി debenture redemption reserve account by balance brought down opening date എത്രയായിരുന്നു? 25,000. am I right? by P&L account. ആ എൻട്രി ഞാൻ എഴുതിയിട്ടില്ല എങ്കിൽ ഫസ്റ്റ് ഡേറ്റിൽ എഴുതേണ്ടതാണ്. P&L account debtor to debenture redemption reserve account by P&L account. how much? 50,000. ഏത് ഡേറ്റിൽ തന്നെയാ? 1st April തന്നെയാണ് എഴുതേണ്ടത്. ആർക്കും സംശയം വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു by P&L account. how much? 50,000. പക്ഷെ എന്നാ ക്ലോസ് ചെയ്യുന്നത് 31st March 2012 by general reserve എത്ര? 75,000. 75,000 ക്ലോസ് ചെയ്തു. 5 ലക്ഷമേ റിഡീം ചെയ്യുന്നുള്ളൂ എങ്കിൽ ബാക്കി 25,000 രൂപ ബാലൻസ് ആയി കടന്നേനെ. ബാക്കി 25,000 റിസർവിൽ ബാലൻസ് കിടന്നേനെ. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലും അതുപോലെ ബാലൻസ് കിടന്നേനെ. നമ്മൾ റൈറ്റ്. അപ്പൊ ഇതായി. ഇനി ഏത് അക്കൗണ്ടാ ചോദിച്ചിരിക്കുന്നത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. ആദ്യമേ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 1,12,500. then 31st March by bank 1,12,500.
റിയലൈസ് ചെയ്ത വാല്യൂ എഴുതണം. ബൈ ബാങ്ക്, ദാറ്റ്സ് ഓൾ. 1,12,500. ഇനി ഏതാ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിന് പകരം ഞാൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആദ്യം എഴുതാം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇങ്ങനെ എഴുതുക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ബൈ ഡിബഞ്ചർ അക്കൗണ്ട് 7,50,000 ബൈ പ്രീമിയം ഓൺ റിഡംഷൻ. എൻട്രി നിങ്ങളുടെ കയ്യിലുണ്ട്. പ്രീമിയം ഓൺ റിഡംഷൻ ഹൗ മച്ച്? 75,000 to debenture holders, 8,25,000 to bank debenture holders account debtor, 8,25,000 to debenture holders account, 8,25,000. Am I right? Debenture holders account debtor to bank. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് എഴുതണം. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ വിത്ത് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്രയാ ബാലൻസ് ബ്രോഡ് ഡൗൺ? 7,50,000. 7,50,000. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എത്രയാ ബാങ്ക് ബാലൻസ്? On 31/3/2012 balance at bank 7,50,000 before the receipt of interest. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. ഇൻട്രസ്റ്റിന്റെ റെസിപ്റ്റ് ഇതിന് മുമ്പുള്ളതാണെന്നാ പറഞ്ഞിരിക്കുന്നത്. So anyway, it is not mentioned in this question. So it is assumed that the balance given is after paying debenture interest. So ഞാൻ ഇവിടെ എന്ത് എഴുതുന്നുള്ളൂ? To interest on investment. എത്രയായിരിക്കും എടുക്കുക? 11,250. 11,250. Am I right? Then investment വിറ്റപ്പോൾ by bank അപ്പോൾ എങ്ങനെ എഴുതും? To debenture redemption reserve investment. 1,12,500. 1,12,500 by debenture holders. 8,25,000. Balance it. You will get the balancing figure by balance carry down 48,750 in your bank account. Okay, ഇത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വൃത്തിയായിട്ട് ഇത് മനസ്സിലാക്കി ചെയ്യുക. ഒരു കണക്കും കൂടെ ഞാൻ ചെയ്യിപ്പിക്കും ഇതേപോലെ തന്നെ. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 4, പേജ് നമ്പർ 8.31. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 4, 8.31. ആ കണക്കും കൂടെ ചെയ്തു കഴിയുമ്പോൾ എന്താണ് പുതിയ അമെൻമെന്റ്സ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കോണം. പിന്നീട് നിങ്ങൾ ഒരു കണക്ക് പോലും തെറ്റിക്കാൻ പാടില്ല. നോക്കാം. Why is that limited an unlisted company? Okay, again it is an unlisted company other than All India Financial Institution, banking company, non-banking financial institution, HFC. So you have to keep 10% on outstanding balance of debentures as debenture redemption reserve. Moreover, 15% of outstanding balance of debentures as debenture redemption reserve investment account. Unlisted company other than these four should keep this 10% reserve, 15% investment. That is the new point or the new amendment required. അപ്പോൾ ഈ കണക്ക് അങ്ങനത്തേതാണ്. നോക്കുക. റൈറ്റ്. Usually you please write nominal value of debenture outstanding is equal to nominal value of debentures outstanding is equal to 16,000 into 100. 16,000 into 100. 16,000 into 100. That comes to 16 lakhs. 16 lakhs. Okay. So 16 lakhs in 10% എത്ര വരും? 1,60,000. Am I right? So right. Debenture redemption reserve required. 10% of 16 lakhs. 10% of 16 lakhs. That comes to 1,60,000. Already എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നോക്കി വരുന്നതേ ഉള്ളൂ. 1,60,000. അതുപോലെ തന്നെ റേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് 16 lakhs into 15%. That comes to 2,40,000. 2,40,000. Debenture redemption reserve investment required 2,40,000. ഇത്രയും വർക്കിംഗ് നോട്ട് എഴുതിയല്ലോ. എന്തൊക്കെ എഴുതിയത്? നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചർ, then debenture redemption reserve required,
debenture redemption reserve fund debenture redemption reserve investment 2,40,000, 15%. That's all. Next, on 1st April 2011, following balances appeared in the books of account. Investment in 2009% secured government bonds of 100 each. 2000. About 2000 into 100, 2 lakhs. Am I right? 2 lakhs. So write the note. Debenture redemption reserve investment on 1st April 2011 is equal to, write the note, debenture redemption reserve investment on 1st April 2011 is equal to, 1st April 2011 is equal to 2000 into 100, 2000 into 100, 2 lakhs. Therefore, investment to be made on 1st April 2011, therefore investment to be made on 1st April 2011 is equal to 2,40,000 minus 2 lakh, 2,40,000 minus 2 lakh, am I right? 2,40,000 minus 2 lakh, 40,000, 40,000, 40,000. Clear ആയോ? 240 വേണ്ടടുത്ത് 2 lakhs ഉള്ളൂ. 40,000 you have to invest 40,000. എങ്കിലേ 2,40,000 എന്നുള്ള നിയമപരമായ 15%ലേക്ക് എത്തിത്തീരുള്ളൂ. എന്നാൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 1st April itself. Okay. Next, 1 lakh debenture redemption reserve is 1 lakh. Please write, debenture redemption reserve is to be made on 1st April 2011 is equal to, on 1st April 2011 is equal to 1,60,000 minus 1 lakh. 160 വേണ്ടത്, 16 lakhsന്റെ 10%. only 1 lakh ഉള്ളൂ. സോ എത്രയും ഇവിടെ വേണം? 60,000 ഇവിടെ വേണം. കണ്ടോ? കഴിഞ്ഞ കണക്കിൽ നിന്നും ഇത് വ്യക്തമായി മനസ്സിലാക്കിയെടുക്കണം. കഴിഞ്ഞ കണക്കിൽ വ്യക്തമായി ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു. എത്ര റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? 60,000. ഇൻവെസ്റ്റ്മെന്റ് എത്ര പേ ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റ്മെന്റ് എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? 40,000. ആം ഐ റൈറ്റ്? ഇത്രയും മനസ്സിലായോ? ഇനി കണക്കിലേക്ക് വീണ്ടും വരാം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിസീവ്ഡ് അറ്റ് ദ ഇയർലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. നമുക്ക് എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് ആ കിട്ടേണ്ടത്? 9%. സോ റൈറ്റ് ഇൻട്രസ്റ്റ് ഓൺ, ആ അക്കൗണ്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, എഴുതാൻ പറഞ്ഞിട്ടില്ല. എനിവേ നിങ്ങൾ എഴുതൂ. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ എത്ര വരും? 2,40,000 ഇൻറ്റു, ഇപ്പൊ നമുക്ക് അറിയില്ല 40,000 ഈ റേറ്റ് തന്നെയാണോ എന്ന് അറിയില്ല. എനിവേ 2,40,000 ഇൻറ്റു 9%, 2,40,000 ഇൻറ്റു 9%, 9%, that comes to 21,600, 21,600. am I right? Next, 2,000. ഇവിടെ പ്രശ്നങ്ങളുണ്ട്. 2,000 on debentures were purchased on 31st March 2012 at an average price of 99 and cancelled on the same date. Ex interest or cum interest or nothing mentioned, but it is purchased at an average price of 99. So write, on debentures purchased is equal to, on debentures purchased is equal to 2,000 into 99, 2,000 into 99, 2,000 into 99, that comes to 1,98,000, 1,98,000, 1,98,000. okay, 1,98,000. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 2,000 on debentures purchased at an average price of 99. So write, nominal value of on debentures purchased is equal to, nominal value of on debentures purchased is equal to, purchased is equal to, purchased is equal to 2,000 into 100. on debenture 2,000 വാങ്ങിച്ചത്. നമ്മുടെ on debenture നോമിനൽ വാല്യൂ എത്രയാ? 2,000 into 100, 2 lakhs. am I right? 2 lakhs. So profit on cancellation is equal to, profit on cancellation is equal to 2 lakhs minus 1,98,000, 2 lakhs minus 1,98,000, that comes to 2,000, isn't it?
2000. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? On 30th March 2012, the investments realized at par. Underline that. നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 2,40,000 അല്ലേ? 2,40,000 റിയലൈസ് ചെയ്തു എന്നാ പറയുന്നത്. 2,40,000 എന്ന ഓൺ ഡിബഞ്ചർ വാങ്ങിച്ചത് 31st മാർച്ച് തന്നെയാ. റിയലൈസ്ഡ് അറ്റ് പാർ ആൻഡ് ദ ഡിബഞ്ചേഴ്സ് വർ റിഡീംഡ് ഓൺ 31st മാർച്ച് 2012. ബാക്കി എത്ര ഡിബഞ്ചറാ റിഡീം ചെയ്യേണ്ടത്? സോ റൈറ്റ് ബാലൻസ് ഡിബഞ്ചേഴ്സ് ടു ബി റിഡീം. ഒന്ന് ക്യാൻസൽ ചെയ്തു 2 lakhs. ബാലൻസ് ഡിബഞ്ചേഴ്സ് ടു ബി റിഡീംഡ് ഈസ് ഈക്വൽ ടു balance debentures to be redeemed is equal to 16 lakhs minus 2 lakhs. എത്ര വരും? 14 lakhs. 16 lakhs minus 2 lakhs, 14 lakhs. Okay, you are required to write up the following accounts for the year ended March 2012. ഞാൻ ഈ കണക്കിൽ അക്കൗണ്ട് മാത്രമായി എൻട്രി എഴുതിപ്പിക്കാതെ ചെയ്യിപ്പിക്കാൻ നോക്കാം. എൻട്രി എഴുതുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 1st April 2011 രണ്ട് എൻട്രികൾ ആവശ്യമാണ്. ഒന്ന് P&L debtor to debenture redemption reserve എത്ര? 60,000, isn't it? രണ്ട് debenture redemption reserve investment debtor to bank എത്ര? 40,000. Remember these two things. കേട്ടല്ലോ? നമുക്ക് ഡിബഞ്ചർ അക്കൗണ്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 12% ഡിബഞ്ചർ അക്കൗണ്ട്. I am going to write 12% debenture account. ആദ്യമേ 12% debenture account എഴുതാം. Date, important ആണ് date, particulars, amount. Date, particulars, amount. കഴിഞ്ഞ കണക്ക് പോലെ ഈ കണക്കിന്റെ അകത്ത് എന്തില്ല? പ്രീമിയം ഇല്ല. പ്രീമിയത്തിലല്ല റിഡീം ചെയ്യുന്ന, പാർ വാല്യൂവിലാണ്. Am I right? Debentures are redeemed at par value itself. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? 1st April 2011. Am I right? 1st April 2011. 1st April 2011. By balance brought down. By balance brought down. നിങ്ങൾക്ക് അറിയാം എത്രയാ? 16 lakhs. 16 lakhs. Am I right? Then എന്നാ പർച്ചേസ് ചെയ്തത്? 31st March 2012. 31/3/2012 own debentures purchased for immediate cancellation to own debentures. ഇവിടെ ex interest and common interest ഉള്ള ആവറേജ് പ്രൈസ് ആ തന്നിരുന്നത് 1,98,000. to P&L account എന്താ നമ്മൾ എഴുതുക ബ്രാക്കറ്റിൽ? profit on cancellation. Am I right? profit on cancellation. How much? 2,000. clear ആയോ? അപ്പം 2 lakhs അങ്ങ് പോയില്ലേ? same date 31/3/2012 balance debentures redeemed in lump sum amount to bank. balancing figure എത്ര? 14 lakhs. 14 lakhs. so the total comes to 16 lakhs. 16 lakhs. 16 lakhs. മനസ്സിലായോ? ഓപ്പണിംഗ് ഡേറ്റിൽ 16 ലക്ഷം ഓൺ ഡിബെഞ്ചേഴ്സ് വാങ്ങിച്ച് 2 ലക്ഷം ക്യാൻസൽ ചെയ്തു, ബാക്കി 14 ലക്ഷം നമ്മൾ റിഡീം ചെയ്തു. so this is debenture account. ഡിബഞ്ചർ അക്കൗണ്ട് 12% ഡിബഞ്ചർ അക്കൗണ്ട്. ഇനി ഏത് അക്കൗണ്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. സോ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങേണ്ടത് 1st April അല്ലേ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 1st April 2011. ശ്രദ്ധിക്കണം പിള്ളേരെ, 1st April 2011. സ്റ്റുഡൻസ് പ്ലീസ് ലിസൺ. എത്രയാ നമുക്ക് ബാലൻസ് ഉള്ളത്? ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ബ്രാക്കറ്റിൽ ഗിവൺ എത്രയാ? ഗിവൺ ഹൗ മച്ച്? 1 lakh, isn't it? 1 lakh. But debenture redemption reserve needed is 1,60,000. So on the same day 1st April 2011. Remember this point. On the first day of the year of redemption, you should keep the reserve in 10%. By P&L account, how much? 60,000. മനസ്സിലായോ? By P&L account 60,000. 1,60,000. 31st March നിങ്ങൾ മുഴുവൻ വിറ്റോ ഇല്ലയോ നോക്കുക. വിറ്റു. വിറ്റെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? to general reserve. To general reserve എത്ര എഴുതണം? 1,60,000. 1,60,000.
ജനറൽ റിസർവ് 1,60,000. ക്ലിയർ ആയോ? 1,60,000 നമുക്ക് എങ്ങോട്ട് മാറ്റാം? ജനറൽ റിസർവിലേക്ക് മാറ്റാം. അപ്പൊ അക്കൗണ്ട് എഴുതി ചെയ്യാൻ പറയുവാണെങ്കിൽ വളരെ എളുപ്പം ചെയ്യാം. ഞാൻ ഈ എൻട്രി എല്ലാം പറഞ്ഞു തന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാ. പരീക്ഷയ്ക്ക് എൻട്രി ഒന്നും എഴുതാൻ ചോദിക്കുകയല്ല. നിങ്ങളോട് ചോദിക്കുന്നത് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അക്കൗണ്ടിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ബേസ്ഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻട്രിയിൽ എഴുതിപ്പിച്ചത്. ആ കണക്കില് ഇപ്പൊ ഞാൻ ഇത്രയും കണക്കുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇതിലേക്ക് നേരിട്ട് വന്നത്. ഇനി ഒരു അക്കൗണ്ടും കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. വേണമെങ്കിൽ അതിന്റെ റേറ്റ് ഒക്കെ എഴുതാം. അതിന്റെ റേറ്റ് എത്രയായിരുന്നു? 9%ഓ 11%ഓ അങ്ങോട്ടായിരുന്നു. ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? ഇൻവെസ്റ്റഡ് ഇൻ 9% സെക്യൂർഡ് ഗവൺമെന്റ് ബോണ്ട്സ്. 9% ഗവൺമെന്റ് ബോണ്ട്സ്. 1st April 2011. ശ്രദ്ധിക്കണം. To balance brought down. എത്രയാ? Given 2 lakhs ആണ് എന്റെ ഓർമ്മ. 2 lakhs it is given. പക്ഷെ എത്ര വേണമായിരുന്നു? 16 lakhsന്റെ 50% വേണമായിരുന്നു. 15% വേണമായിരുന്നു. That comes to 2,40,000. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് എഴുതും? To bank, debenture redemption reserve fund investment account debted to bank. എത്ര വരും? 2,40,000 minus 2 lakhs. എത്ര നമുക്ക് ആവശ്യം വരും? 40,000. എന്റെ ഓർമ്മ, ഞാൻ വർക്കിംഗ് നോട്ട്സ് തന്നു എന്റെ ഓർമ്മ. 40,000. എന്താ എൻട്രി? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡെറ്റഡ് ടു ബാങ്ക്. 31st മാർച്ചില് ഓൺ ഡിബഞ്ചർ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ ബൈ ബാങ്ക്, ഇത് വിറ്റു, ബൈ ബാങ്ക് ഓൺ ഡിബഞ്ചർ വാങ്ങിക്കാൻ. എത്രയാ ഓൺ ഡിബഞ്ചർ വാങ്ങിച്ച? 2 lakhs അല്ലേ? അപ്പൊ 2 lakhsന്റെ 15% എടുക്കണം. 2 lakhsന്റെ 15% എത്ര വരും? 30,000. ഇൻവെസ്റ്റ്മെന്റിന്റെ 30,000 റിയലൈസ് ചെയ്തതായിട്ട് എഴുതുക. Then by bank ബാക്കി എത്രയാ? 14 lakhsന്റെ 15%. 14 lakhsന്റെ 15%. രണ്ടും സെയിം ഡേറ്റ, 31st മാർച്ചിൽ തന്നെയാണ്. ഞാൻ രണ്ടും സെപ്പറേറ്റ് എഴുതുന്നേ ഉള്ളൂ. സെയിം ആയിട്ട് എഴുതിയാലും ഒരു കുഴപ്പമില്ല. 14 lakhsന്റെ 15% നോക്കുക. 14 lakhs into 15%. 2,10,000. 2,10,000. Calculate. ഇത് നമ്മൾ ഡിബഞ്ചർ മൊത്തം റിഡീം ചെയ്തില്ലായിരുന്നു എങ്കിൽ ബാക്കി എത്ര ബാലൻസ് കിടക്കുന്നോ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് കിടക്കണം. അതുപോലെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലും ബൈ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് കിടക്കണം. സോ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും കണക്കുകൾ ചെയ്യുക. ഇനിയും ബാക്കി കണക്കുകളുമായിട്ട്, ബാക്കി വ്യത്യസ്തമായ കണക്കുകളാണുള്ളത്. അതുമായി ഞാൻ അടുത്ത ക്ലാസ്സിലെത്താം. അതുവരേക്കും വണക്കം. ഓക്കെ.